ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ട്രാൻസ്പെറൻറ്റ് മോമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദയോ ഗോതമ്പ് പൊടിയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം സാബുനരി അതുപോലെ കോൺഫ്ലവറൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് സാബുനരി എടുത്തിട്ടുണ്ട്. അത് ചൂടായ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. നല്ല കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ ആവുന്നത് വരെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക കേട്ടോ. നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ അതാ ഞാൻ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിന് ഇവിടെ ചില്ലട എന്നാണ് കേട്ടോ പറയുക. നമ്മൾ അരി പൊടിച്ച് കൊണ്ടുവന്നാലൊക്കെ അരിച്ചെടുക്കുന്ന സാധനമാണ്. അതിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു കപ്പ് 250 ml കപ്പ് തന്നെ ഒരു കപ്പ് കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചുടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. നല്ല തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ. അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഡോ കുഴക്കുന്ന ആ രൂപത്തിൽ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിലാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ, അതിട്ട് കൊടുക്കുക. അതുപോലെ അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ക്യാബേജ് അതുപോലെ തക്കാളി, ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത് ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നാൽ മതി. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് 2 മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് അതുപോലെ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഫില്ലിങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മാറ്റി വെച്ചെടുക്കാം. ഇനി നമ്മളെ ഡോ കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ബോൾസ് ആക്കി എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഒരേപോലത്തെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാണ് കേട്ടോ. ഇനി നമുക്ക് പത്തിരി പ്രസ്സിലൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പൊടി വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. നമ്മൾ മുട്ടയ്ക്ക് പകരം ചിക്കനൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വെജിറ്റബിൾസ് മാത്രമായിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി മോമോസിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അതുപോലെയും ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിതൊന്ന് ചെയ്തിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ബാച്ച് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുന്ന സമയത്ത് മോമോസ് ചട്ടിനി ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പില്ലേ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.